ഈ കായംകുളം കൊച്ചുണ്ണിയൊക്കെ ഈ മോട്ടിക്കാൻ പോകുമ്പോ ഈ ഉടുമ്പിനെ കൊണ്ടുപോലും എന്താ അതിന്റെ ശാസ്ത്രം? ഞാനും കൊണ്ട് എന്റെ ഉണ്ട് ഉടുമ്പ്. ആ ശാസ്ത്രം എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വലിയ വലിയ നിലയുടെ മേളിലാണല്ലോ മൂട്ടിക്കുന്നത്. ഞങ്ങൾ ഈ ഉടുമ്പിനെ കൊണ്ടുപോയിട്ട് ഉടുമ്പിനെ അങ്ങ് എടുത്തെറിയും. അപ്പൊ ഉടുമ്പ് ഇങ്ങനെ ഭിത്തിയിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കും. എന്നിട്ട് അതിന്റെ വാലെ പിടിച്ച് കയറി മൂട്ടിക്കും. അതാണ് പതിവ്. അല്ല എന്നിട്ട് ഉടുമ്പിനെ ഇപ്പൊ കണ്ടില്ലല്ലോ. അതെന്താന്നറിയാം മുത്തശ്ശി, കഴിഞ്ഞ ആഴ്ച അളിയനും പെങ്ങളും കൂടി വീട്ടിൽ വന്നായിരുന്നേ. അപ്പം അളിയൻ വന്നപ്പോൾ ഒരു ഫുള്ളും കൊണ്ടാ വന്നേ. അപ്പൊ ടെക്സിക്സ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ ടെക്സസ് മേടിക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പം ഈ അളിയൻ ആ ഉടുമ്പിനെ വറുത്ത് കഴിച്ചെന്നേ. അല്ല പിന്നെ അപ്പൊ ഇപ്പൊ മോട്ടിക്കാൻ പോകുമ്പോ എന്താ ചെയ്യുന്നേ? ഉടുമ്പിന് പകരം അളിയനെ എടുത്ത് ഞാൻ ഭിത്തിയിലിറങ്ങിയിട്ട് അളിയന്റെ കാലെ പിടിച്ച് കയറിയിട്ടാണ് ഞാൻ മൂട്ടിക്കണത്. ഉണ്ണിക്കുട്ടാ, അല്ല നിങ്ങൾ പാരമ്പര്യമായിട്ട് മോഷണത്തിന്റെ ആൾക്കാരാണോ? അല്ല, ഞാൻ മാത്രമേ ഉള്ളൂ കള്ളൻ. ഞങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും ആനപ്പാപ്പന്മാരാ. ആനപ്പാപ്പനാ. ഈ പാപ്പാന്റെ കാര്യം നമ്മുടെ പണ്ട് തൃപ്പൂണിത്തറ ഉത്സവത്തിന് എന്റെ അപ്പൂപ്പനാണ് ആനയെ കൊണ്ടുപോയി. അപ്പൊ ആനയെ കൊണ്ടുപോയ കൂട്ടത്തിൽ ഒരു ആനയ്ക്ക് മതവിളക്കി. നമ്മൾ ഈ ഫേസ്ബുക്കിലേക്ക് കാണുന്ന പോലെ ആന ഇങ്ങനെ വീട് പൊളിച്ചും കട പൊളിച്ചും ഓട്ടോഷൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞ് ഇങ്ങനെ വരുവാ. അപ്പൊ തന്നെ എന്റെ മുത്തശ്ശൻ അവിടെ വന്നിട്ട് മുണ്ട് മടക്കി കുത്തി മോഹൻലാലിനെ പോലെ എന്നിട്ട് പറഞ്ഞ്, എടാ കുട്ടിശേഖര അവിടെ നിൽക്കണമെന്ന് പറഞ്ഞു. ആന അവിടെ നിന്നോ? ആന അവിടെ നിന്നിട്ടാണ് മുത്തച്ഛനെ തുമ്പിക്കൊണ്ട് എടുത്തു ഒറ്റ ഏറെ. പിന്നെ വേറൊരു കാര്യം, മുത്തച്ഛൻ ചെന്ന് വീണത് KSB ട്രാൻസ്ഫോമറില്ല. ഇപ്പൊ KSB-ക്കാർ അതിന്റെ ഉപചാര സ്മരണയായിട്ട് ഇപ്പോഴും അപ്പന്റെ ഫോട്ടോയും വെച്ച് എന്റെ അപ്പന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. കള്ളത്തരം പറയാതിരിക്കാ. ഇങ്ങനെ ഇരിക്കണ അപായ അല്ല, എന്റെ അപ്പന്റെ പേര് ഷോർട്ട് എഴുതി വെച്ചേക്കണതാ. എന്താ അപ്പൂപ്പന്റെ പേര്? അപ്പുക്കുട്ടൻ പാളയം. കലിക്കാലം എന്നല്ലാണ്ട് എന്താ പറയാ.